മിണ്ടി 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 നമ്മുടെ വെള്ളാപ്പള്ളി നടേശൻ സാറ് ഇന്ന് മിണ്ടി. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി വെള്ളാപ്പള്ളി നടേശൻ സാറിന് മിണ്ടാട്ടമില്ലായിരുന്നു. സത്യത്തിൽ ഈ ഇലക്ഷൻ മൂത്ത് വന്നപ്പോൾ എല്ലാ ദിവസവും മിണ്ടേണ്ട ഒരാളാണ്, പത്രക്കാരെ കാണേണ്ട ഒരാളാണ്, പിന്നെ എല്ലാവരെയും അറഞ്ചം പുറഞ്ചം തെറി പറയേണ്ട ഒരാളാണ്. എന്താ സംഭവിച്ചത്? ആ സെക്രട്ടറി സ്ഥാനം കോടതി അസ്ഥിരപ്പെടുത്തുകയും പിന്നൊരു സ്റ്റേയിൽ മാത്രം തുടരുകയും ചെയ്തതോടുകൂടി വെള്ളാപ്പള്ളി നടേശൻ സാറിൻ്റെ മുണ്ടാട്ടം മുട്ടിപ്പോയെന്ന് മാത്രമല്ല, സാക്ഷാൽ ശ്രീനാരായണ ഗുരുദേവൻ എന്ന മഹാഗുരുവിൻ്റെ വളരെ സമയോചിതമായ ഇടപെടലായി വേണം ആ കോടതി വിധിയെ കാണാൻ. എന്താണെന്ന് വെച്ചാൽ, അത്രമേൽ വിചിത്രമായി ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്ന് പഠിപ്പിച്ച ഒരു മഹാഗുരുവിൻ്റെ ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമായി ഒരു നാടിനെ പ്രഖ്യാപിച്ച മഹാഗുരുവിൻ്റെ പേരിൽ എല്ലാ തരത്തിലുള്ള വിദ്വേഷങ്ങളും വൈരുദ്ധ്യങ്ങളും നടന്നു പറയലായിരുന്നു വെള്ളാപ്പള്ളി നടേശൻ സാറിൻ്റെ പ്രധാനപ്പെട്ട ജോലി. അതിന് നിശബ്ദമായി ഒപ്പം നിന്നും ഒരുപാട് പേർ പിന്തുണയും കൂടി കൊടുത്തതോടുകൂടി അദ്ദേഹം അങ്ങ് മൂത്തു. പിന്നീട് അദ്ദേഹം ഒരു മുന്നണിയിലും അദ്ദേഹത്തിൻ്റെ ഭാര്യ മറ്റൊരു മുന്നണിക്കുമായി ഈ ഇലക്ഷനിലും വോട്ടുപിടുത്തവും അതിൻ്റെ പ്രവർത്തനങ്ങളും ഒക്കെയായി മുന്നേറുകയായിരുന്നു. അങ്ങനെയൊക്കെ ചെയ്തിട്ട് പോലും സാധാരണ അതിനൊക്കെ മറുപടി പറയാനുള്ള കമ്മ്യൂണിസ്റ്റ് നേതാക്കളിൽ ആരും തന്നെ ഒരക്ഷരവും പറഞ്ഞില്ല. എന്ന് മാത്രമല്ല, അങ്ങനെ പറയാൻ പലർക്കും ആഗ്രഹമുണ്ടെങ്കിലും സാക്ഷാൽ മുകളിൽ നിന്ന് അതിന് അനുവാദമില്ലാത്തതുകൊണ്ട് അവർ പറയാനും പോയില്ല. അങ്ങനെ ഇലക്ഷൻ കാലത്തിൻ്റെ അവസാന മണിക്കൂറുകളായപ്പോൾ അദ്ദേഹം മിണ്ടി. അദ്ദേഹം സമ്മതിച്ചു, കടുത്ത മത്സരമാണ് നടക്കുന്നത്, ഒന്നും പറയാനാവില്ല. മറ്റേത് അദ്ദേഹം പറഞ്ഞിരുന്നത്, പ്രതിപക്ഷമൊക്കെ എന്ത്, ഇവിടെ അങ്ങനെയൊന്നും ഉണ്ടോ, ഇവിടെ വരാൻ പോകുന്നത് വേറൊന്നാണ്, മറ്റേതാണ് മറിച്ചേതാണ് എന്ന് മാത്രമല്ല, അറഞ്ചം പുറഞ്ചം തെറി പറഞ്ഞുകൊണ്ടിരുന്ന വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയാകാൻ യോഗ്യനാണെന്നും അദ്ദേഹം സർട്ടിഫൈ ചെയ്യുകയുണ്ടായി. ഏതായാലും ഇത്രയും ദിവസത്തെ മൗനം അത് ശ്രീനാരായണ ഗുരുദേവൻ്റെ ഇടപെടലാണ് എന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. കാരണം എന്തായാലും അദ്ദേഹത്തിൻ്റെ ധർമ്മങ്ങളിലും അദ്ദേഹത്തിൻ്റെ പിന്നെ ജീവിതചര്യകളിലും അദ്ദേഹത്തിൻ്റെ ഒരു പ്രഭാവത്തിലുമൊക്കെ ചില സത്യവും നേരും നീതിയും ഉള്ളതുകൊണ്ട് അങ്ങനെ അത് വഷളാക്കാൻ അല്ലെങ്കിൽ അത് നശിപ്പിക്കാൻ ആരെയും ഒരു പരിധി കഴിഞ്ഞ് ചിലപ്പോൾ അനുവദിച്ചു എന്ന് വരില്ല. ഇപ്പോൾ തുടരുന്നത് സ്റ്റേ എന്നൊരു ഞാണിന്മേലാണ്. അതൊരു സാങ്കേതികത്വം മാത്രമാണ്. യഥാർത്ഥത്തിൽ അതിൻ്റെ നിയമപരമായ പ്രശ്നങ്ങൾ പറഞ്ഞ് കോടതി വിധി പ്രസ്താവന നടത്തി കഴിഞ്ഞു. അധികകാലം ഈ വണ്ടി ഇതേ ഫോർമാറ്റിൽ മുന്നോട്ട് കൊണ്ടുപോകാനാകില്ലെന്നും തിരിച്ചറിഞ്ഞിട്ടുണ്ടാവണം. അതുകൊണ്ട് ഇന്ന് അദ്ദേഹത്തിന് തീവ്രവാദി വിളിയോ അല്ലെങ്കിൽ മലപ്പുറത്തിനെ കാണുമ്പോൾ എന്തെങ്കിലും പ്രത്യേകമായ സവിശേഷമായ ഒന്നുമേ തോന്നിയില്ല എന്ന് മാത്രമല്ല, വളരെ മാന്യമായിട്ടാണ് അദ്ദേഹം സംസാരിച്ചത് എന്ന് മാത്രമല്ല, തൻ്റെ ചങ്കുബ്രോയായ പിണറായി വിജയൻ സഖാവ് തുടരണം എന്നൊരാഗ്രഹം മാത്രമാണ് അദ്ദേഹം രാഷ്ട്രീയമായി മുന്നോട്ട് വെച്ചത്. ബാക്കിയെല്ലാം വരും വരായിക പോലെ വരട്ടെ എന്ന് പറഞ്ഞ് അദ്ദേഹം പിരിയുകയും ചെയ്തു. ഏതായാലും ഈ ദിവസങ്ങളിൽ അദ്ദേഹം ഒരു മൗനമായിരുന്നത് ഒരു പരിധിവരെ ശബ്ദമലിനീകരണം കുറയ്ക്കുന്നതിന് കാരണമായി. അദ്ദേഹം മൗനമായിരുന്നെങ്കിലും അദ്ദേഹം പറഞ്ഞു വെച്ചിട്ട് പോയ പ്രസ്താവനകൾ തന്നെയാണ് കേരളത്തിൽ നിന്നുണ്ടായ ഒരു നിശബ്ദമായ പ്രതികരണത്തിന് മാറ്റൊലിയായി മാറുന്നത്, കാരണമായി മാറുന്നത് എന്നുള്ളത് വളരെ വ്യക്തമാണ്. അത് വോട്ടെണ്ണുമ്പോഴാണ് വ്യക്തമാകാൻ പോകുന്നത്.